അടുത്ത് പറയാൻ പോണത് ഇൻവേർട്ടിബിൾ മെട്രിക്സസ്. എപ്പോഴാണ് ഒരു മെട്രിക്സിനെ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുക? എന്താണ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്? അതിൻ്റെ ഡെഫിനിഷനിലേക്കാണ് നമ്മൾ അടുത്തത് പോണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം ആൻഡ് ഇഫ് ദെയർ എക്സിസ്റ്റ് അനദർ സ്ക്വയർ മെട്രിക്സ് ബി ഓഫ് സെയിം ഓർഡർ എം സച്ച് ദാറ്റ്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. അതായത് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്ന് പറയുന്ന സെയിം ഓർഡറിലുള്ള വേറൊരു സ്ക്വയർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. ഇതനുസരിക്കുന്ന അത്തരത്തിലുള്ളൊരു ബി എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ബീനെ നമ്മൾ എ എന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയും. അതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ്. നേരത്തെ നമ്മൾ ട്രാൻസ്പോസിൻ്റെ ചിഹ്നം കണ്ടു, അതിൽ ജസ്റ്റ് എ ഡാഷ് എന്നേ ഉണ്ടായുള്ളൂ. ഇവിടെ എ ഇൻവേഴ്സ്. ഇൻ ദാറ്റ് കേസ് എ ഈസ് സെഡ് ടു ബി ഇൻവേർട്ടിബിൾ. അപ്പോൾ ഇത്തരത്തിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം മെട്രിക്സിനെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ മെട്രിക്സുകളാണ് ഇൻവേർട്ടിബിൾ ആവുക, അതിൻ്റെയൊക്കെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളിലേക്കാണ് അടുത്തത് നമ്മൾ പോണത്. ഇനി നമുക്ക് ഇതിലെ ഒരു 2 തിയറംസ് ഒന്ന് പരിചയപ്പെട്ട് വെക്കാം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ 2 തിയറം ഓൾറെഡി പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ തിയറം 3 എന്ന് പേരിട്ട് കൊടുത്തേക്കണം. ഈ തിയറത്തിനെ യുണീക്നെസ് തിയറം എന്നാണ് വിളിക്കുക. അപ്പോൾ ആ പേര് അറിഞ്ഞു വെച്ചാൽ നല്ലതാണ്. പേരിൽ നിന്ന് തന്നെ എന്തായിരിക്കും തിയറം ഉദ്ദേശിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും. യുണീക്നെസ് തിയറം. അതായത് ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് യുണീക്ക് എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്, ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ, അതാണ് ഇവിടെ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് എന്ന് അവരൊരു ഇത് പറഞ്ഞേക്കണത്. അതായത് എല്ലാ സ്ക്വയർ മെട്രിക്സിനും ഇൻവേഴ്സ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, അതിനൊരു ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി യുണീക്ക്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഈ തിയറം പറയണത്. അതാണ് ഇതിനെ യുണീക്നെസ് തിയറം എന്ന് വിളിക്കുന്നത്. ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരെണ്ണേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഈസ് ഓൾവേസ് യുണീക്ക്. നമുക്കപ്പോൾ അതൊന്ന് ജസ്റ്റ് പ്രൂവ് ചെയ്ത് നോക്കാം. നമ്മൾ വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയണം അല്ലെങ്കിൽ ഒരു തിയറം പറഞ്ഞിട്ട് പോണതിനേക്കാൾ അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് എടുത്തു. മെട്രിക്സ് എ ഐ ജെ ബി എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം. എം ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് എടുത്തു, ക്യാപിറ്റൽ എന്ന് പേരിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് അസ്യൂം ചെയ്യുക, ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന് 2 ഇൻവേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അതായത് നമ്മളിവിടെ തിയറം പറയണത് ഏത് മെട്രിക്സ് ആയിക്കോട്ടെ ഒറ്റയ്ക്ക് ഒരു ഇൻവേഴ്സ് ഉള്ളൂന്ന. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വിചാരിക്കുക. ഇനിയിപ്പോൾ 2 ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സിന് 2 ഇൻവേഴ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ബി എന്ന് പറയുന്ന മെട്രിക്സും സി എന്ന് പറയുന്ന മെട്രിക്സുമാണ് ഈ എയുടെ ഇൻവേഴ്സുകൾ. അങ്ങനെ നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ച് കളി തുടങ്ങിയിട്ട് നമുക്ക് ബി ഈക്വൽ ടു സി എന്ന് തെളിയിക്കാൻ പറ്റിയാൽ സംഗതി ക്ലീൻ. നമ്മൾ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് എടുത്തു, അതിന് 2 ഇൻവേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തു, ബിയും സിയും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത് എന്തെത്തിക്കുക, ഈ ബിയും സിയും തുല്യമാണെന്ന് എത്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മെട്രിക്സിന് ഒറ്റയ്ക്ക് ഒരു ഇൻവേഴ്സ് ഉള്ളൂ എന്ന അസംഷനിലേക്ക് എത്താം. അപ്പോൾ ഇതാണ് അതിന് ചെയ്യാനായിട്ടുള്ള ഐഡിയ. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം ഞാൻ ബി ആണ് എയുടെ ഇൻവേഴ്സ് എന്ന് സങ്കല്പിച്ചിരിക്കുന്നു. നമ്മുടെ ബി ആണ് എയുടെ ഇൻവേഴ്സ് എന്ന് സങ്കല്പിച്ചു. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ബി ആണെങ്കിൽ നമുക്ക് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്ന് എഴുതാം. നമ്മുടെ ഇൻവേർട്ടിബിൾ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ബി ആണ് എയുടെ ഇൻവേഴ്സ് എങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്ന് എഴുതാം. അതവിടെ വെച്ചു. ഇതുപോലെ ഇപ്പോൾ സി ആണ് എയുടെ ഇൻവേഴ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എ സി ഈക്വൽ ടു സി എ ഈക്വൽ ടു ഐ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബി ആണ് എയുടെ ഇൻവേഴ്സ് എന്ന് വിചാരിച്ചു.
അത് കഴിഞ്ഞിട്ട് സി ആണ് എയുടെ ഇൻവേഴ്സ് എന്നും നമ്മൾ വിചാരിച്ചു. ഇനി നമ്മൾ ബിയിൽ നിന്ന് തുടങ്ങുകയാണ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു. ബിനെ നമുക്ക് ബി ഇൻറ്റു ഐ എന്ന് എഴുതാം. ഐ പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇപ്പോൾ ബി ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി തന്നെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബി ഈക്വൽ ടു ബി ഇൻറ്റു ഐ എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ബി അങ്ങനെ തന്നെ എഴുതിയിട്ടാണ്. ഇനി നമ്മൾ ഐയുടെ സ്ഥാനത്ത് ഇത് നോക്കിയേ, എ സി ഈക്വൽ ടു സി എ ഈക്വൽ ടു ഐ. അപ്പോൾ അതിൽ ഐയുടെ സ്ഥാനത്ത് ഞാൻ എ സി എന്ന് കൊടുക്കുകയാണ്. ഐയുടെ സ്ഥാനത്ത് എ സി എന്ന് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ഐയുടെ സ്ഥാനത്ത് എ സി എന്ന് കൊടുത്തു. അപ്പോൾ ബി ഐനെ നമുക്ക് ബി എ സി എന്ന് എഴുതാം. ഇതിനെ ഞാൻ ബി എ ഇൻറ്റു സി എന്ന് എഴുതുകയാണ്. അതായത് ബി എയുടെ അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്ത് ബി എ ഇൻറ്റു സി എന്ന് എഴുതി. ഇനി നോക്കി, ഈ ബി എ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഇവിടെ നോക്കുക, ബി എ എന്ന് പറഞ്ഞാൽ അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ബി എക്ക് പകരം ഐ എന്ന് എഴുതി. സി ഉണ്ട്. ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ ഐ സി പറഞ്ഞു കഴിഞ്ഞാൽ സി തന്നെ. അപ്പോൾ നമുക്ക് ചെയ്ത് വന്നപ്പോൾ നോക്കിയേ, ബി ഈക്വൽ ടു സി എന്ന് കിട്ടി. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിന് 2 ഇൻവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ആ 2 ഇൻവേഴ്സും സെയിം ആണെന്ന് കിട്ടി. ഫലത്തിൽ ഏതൊരു സ്ക്വയർ മെട്രിക്സിനും ഒറ്റയ്ക്കൊരു ഇൻവേഴ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ക്വയർ മെട്രിക്സ് ആണോ അതിന് ഇൻവേഴ്സ് ഉണ്ട് എങ്കിൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറം. പിന്നെ നമുക്ക് അടുത്ത ഒരു തിയറാണ് പരിചയപ്പെടാനുള്ളത്. തിയറം 4 എന്ന് നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന 4ാമത്തെ തിയറാണ്. അപ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ബി എന്ന് പറയുന്ന 2 ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സുകൾ ഉണ്ടെന്ന് വെക്കുക. ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള 2 മെട്രിക്സുകളാണ് എയും ബി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. നമ്മൾ ട്രാൻസ്പോസ് പഠിച്ച സമയത്ത് അവിടെയും എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ് പഠിച്ചത്. അതേപോലെ തന്നെ ഇൻവേഴ്സിൻ്റെ കാര്യത്തിലും എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് വന്നത് എങ്ങനെയാണെന്നുള്ളൊരു പ്രൂഫ് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചേക്കണത് ഇങ്ങനെയാണ്. ഇപ്പോൾ എയുടെ ഇൻവേഴ്സ് ബി ആവണമെങ്കിൽ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്ന കണ്ടീഷൻ അനുസരിക്കണം. അപ്പോൾ ആ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അതിൻ്റെ ഇൻവേഴ്സിനെ ഞാൻ എ ബി ഓൾ ഇൻവേഴ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ആയിരിക്കണം. ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഇദ്ദേഹമാണെങ്കിൽ അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടണം. അപ്പോൾ ഇതെഴുതി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ പ്രീ മൾട്ടിപ്ലൈ ബൈ എ ഇൻവേഴ്സ്. ഈ ഇക്വേഷനെ ലെഫ്റ്റ് സൈഡിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് മീൻസ് ഈ ഇക്വേഷൻ്റെ ഈ ടേമിൻ്റെ ലെഫ്റ്റിലും ഈ ടേമിൻ്റെ ലെഫ്റ്റിലും നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഞാനിവിടെ എ ഇൻവേഴ്സ് കൊണ്ട് 2 സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ എ ഇൻവേഴ്സും എയും അസോസിയേറ്റീവ് ലോ പ്രകാരം എ ഇൻവേഴ്സും എയും ഒരുമിച്ചെടുത്തു. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു എ ബി ഇൻറ്റു എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു, ഇവിടെ എ ഇൻവേഴ്സും ഐയും ഗുണിച്ച് കഴിഞ്ഞാൽ, ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ആരെ കൊണ്ട് ഗുണിച്ചാലും അതാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക. അപ്പോൾ ഐ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ ആണ്. അതുപോലെ എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ആണ്. അടുത്ത സ്റ്റെപ്പിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഐ എഴുതി. ബി അങ്ങനെ തന്നെ എഴുതി, എ ബി ഇൻവേഴ്സ് അങ്ങനെ തന്നെ എഴുതി, ഇതും അതുപോലെ തന്നെ എഴുതി. ഇനി ഐ ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മളൊരു ബി ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ ഒരു ബി ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഒരു ബി ഇൻവേഴ്സ് കൊണ്ട് പ്രീ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതേ കണ്ട, ഒരു ബി ഇൻവേഴ്സ് കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ബി ഇൻവേഴ്സും ബി ഒരുമിച്ച് വന്നു. അതിൻ്റെ ഉത്തരം ഐ. ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്. പിന്നെ എ ബി ഇൻവേഴ്സ് അങ്ങനെ തന്നെ എഴുതി. ഇവിടെയാണെങ്കിൽ ഇതാ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഐ ഇൻറ്റു എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ബി ഇൻവേഴ്സ്
ഐ ഐഡൻറ്റിറ്റി ആണല്ലോ. അപ്പോൾ എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ ഈ റിസൾട്ടും ഇനി മറക്കണ്ട. എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് ഇത്രയും നേരം പഠിച്ച ഇൻവേഴ്സിൻ്റെ അല്ലെങ്കിൽ എലമെൻ്ററി ഓപ്പറേഷൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അതിനുള്ളൊരു ടെക്നിക്കാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ച എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് 3 ടൈപ്പ് ഉണ്ട്, അതൊക്കെ മനസ്സിൽ വെക്കുക. അതുപോലെ എന്താണ് ഇൻവേഴ്സ് എന്ന് ആലോചിക്കുക, എപ്പോഴാണ് ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറയുക, അതൊക്കെ ഒന്ന് മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ട് വേണം നമ്മുടെ ഈ പ്രോബ്ലത്തിലേക്ക് കടക്കാനായിട്ട്. നമുക്കിവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എ എന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണണം. അപ്പോൾ നമ്മൾ എ ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എഴുതിയിട്ട് തുടങ്ങി. ഇങ്ങനെ എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ഏതൊരു മെട്രിക്സിനെയും ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ തന്നെ കിട്ടും. നമ്മളിങ്ങനെ എടുത്ത് എഴുതി. ഇനി നമ്മൾ ചെയ്ത് നമ്മുടെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വെച്ച് ഓരോ സ്റ്റെപ്പുകളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് ഇവിടെ ഐ മാത്രമാക്കണം. ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് മാത്രമാക്കണം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ആണോ അപ്ലൈ ചെയ്യുന്നത് അതൊക്കെ ലെഫ്റ്റ് സൈഡിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഐ മാത്രമാവുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആരെയൊക്കെയാണ് കിട്ടണത്, അപ്പോൾ ആ എയുടെ കൂടെ ഇപ്പോൾ ഒരു മെട്രിക്സ് കിട്ടുന്നുണ്ടെന്ന് വെക്കുക, അതിനെയാണ് നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുക. അപ്പോൾ നമുക്കന്ന് പതുക്കെ ചെയ്തു തുടങ്ങാം. നമ്മൾ എ എന്ന് പറയുന്നത് മെട്രിക്സ് എഴുതി 1 2 2 - 1 ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 0 0 1 ഇൻറ്റു എ അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ പതുക്കെ ഇവിടെ ഓരോ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്യും. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ആളെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കണം. ഈ കിടക്കുന്ന ആളെ നമുക്ക് ചെയ്ത് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ രൂപത്തിലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എന്ന് വെച്ചാൽ 1 0 0 1 എന്ന രൂപത്തിലേക്ക് ഇതിനെ എത്തിക്കണം. അപ്പോൾ അതിന് നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുക ഒരു യു ഷേപ്പിലാണ് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്ത് പോവുക. അത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇത് 1 ആക്കുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി 1 ആണ്, പിന്നെ നമുക്ക് ഇങ്ങോട്ടാണ് നോക്കേണ്ടത്. ഇവിടെ 0 ആക്കുക. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഈ കിടക്കുന്ന എലമെൻറ്റിനെ 0 ആക്കുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്നത് R2 ആണ്, സെക്കൻഡ് റോയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ അതിനെ മാറ്റാൻ R2 ചേഞ്ചസ് ടു R2 മൈനസ് ഇവിടെ എത്രയാണോ കിടക്കുന്നത് അത്രയും R1. അപ്പോൾ ഇവിടെ 2 ആണ് കിടക്കുന്നത്, സോ 2R1. ഇതാണ് ഈ പറയുന്ന ആളെ 0 ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ, തേർഡ് ടൈപ്പ്. അപ്പോൾ എപ്പോഴും ഒരു എലമെൻറ്റിനെ 0 ആക്കാനായിട്ട് നമ്മൾ ഈ തേർഡ് ടൈപ്പ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനാണ് യൂസ് ചെയ്യുക. നമുക്കിനി അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല, അത് 1 2 എന്ന് തന്നെ കിടക്കണം. നമ്മൾ സെക്കൻഡ് റോനെയാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ R2ൻ്റെ സ്ഥാനത്ത് 2 വിചാരിക്കുക. അപ്പോൾ 2 - 2 ഇൻറ്റു ഇതാണ് R2 എങ്കിൽ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ഇദ്ദേഹമാണ് R1. അപ്പോൾ 2 - 2 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 2 - 2 0 എന്നിവിടെ വരും. ഇതേപോലെ ഈ എലമെൻറ്റിലും ഇതേ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ R2ൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് -1 ആണ്, -2 ഇൻറ്റു R1ൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ -1 - 4 -1 - 4 എന്ന് പറഞ്ഞാൽ -5 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡ് നമ്മൾ റെഡിയാക്കി. ഈക്വൽ ടു ഇവിടെ ചെയ്ത അതേ ഓപ്പറേഷൻ നമ്മൾ റൈറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ R1ന് നമുക്ക് ചേഞ്ച് ഒന്നുമില്ല, 1 0 എന്ന് വെച്ചു. R2നെ ഈ ഓപ്പറേഷനിൽ കൊടുക്കുക. അപ്പോൾ R2 - 2R1, R2 ആയിട്ട് 0നെ എടുക്കുക. അപ്പോൾ 0 - 2 ഇൻറ്റു R1, ഇതാണ് R2 എങ്കിൽ ഇതിൻ്റെ മുകളിൽ കിടക്കുന്നതാണ് R1, വിച്ച് മീൻസ് 1. അപ്പോൾ ഇവിടെ 0 - 2 ഇൻറ്റു 1, അതായത് -2 എന്നാണ് ഇവിടെ വരിക.
ഇനി അടുത്ത R2ൽ 1 കൊടുക്കുക. അപ്പോൾ 1 മൈനസ് 2 ഇൻറ്റു ഇതാണ് നമ്മൾ R2 ആയിട്ട് എടുക്കണമെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ കിടക്കുന്ന എലമെൻറ്റിനെ ഇവിടെ ഇടുന്നു. അപ്പോൾ 1 മൈനസ് 2 ഇൻറ്റു 0. 1 മൈനസ് 2 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0 1 തന്നെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എലമെൻറ്റ് കിട്ടി. എയിൽ നമ്മൾ മാറ്റമൊന്നും വരുത്തണ്ട, അങ്ങനെ തന്നെ എഴുതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആദ്യത്തെ ഓപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നമ്മളപ്പോൾ ഇങ്ങനെ തുടങ്ങി, ഇവിടെ ആദ്യം 1 ആക്കി, അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ 1 ആയിരുന്നു, ഭാഗ്യമായി. ദെൻ ഇവിടെ 0 ആക്കി. ഇനി നമ്മൾ അടുത്തത് പ്രൊസീജ് ചെയ്യണത് ഇങ്ങോട്ടാണ്, ഈ കിടക്കുന്ന എലമെൻറ്റിനെ സെറ്റ് ആക്കണം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇയാളെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ ഏത് എലമെൻറ്റ് കിടന്നാലാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് പോലെ ആവുക? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നോക്കിയേ 1 0 0 1. ഇവിടെ 1 കിടക്കണം. നമ്മൾ ഫസ്റ്റത്തെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമ്മൾക്ക് ഇവിടെ വരെ എത്തി, ഇത് 0 ആക്കി. ഇനി നമുക്ക് ഇയാളെ 1 ആക്കണം. അപ്പോൾ എപ്പോഴും ഒരു എലമെൻറ്റിനെ 1 ആക്കാനായിട്ട് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഉപയോഗിച്ചാൽ മതി. അതായത് ഇത് സെക്കൻഡ് റോയിലാണ് കിടക്കുന്നത്. ഇതിനെ 1 ആക്കാനായിട്ട് R2 ചേഞ്ചസ് ടു R2 ഇൻറ്റു ഇവിടെ ഏത് സംഖ്യയാണോ കിടക്കുന്നത് അതിൻ്റെ റെസിപ്രോക്കലും ഉണ്ട്, അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ -5 ആയ കാരണം അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/5, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ എഴുതാം. അപ്പോൾ R1ന് ചേഞ്ച് ഒന്നുമില്ല, സോ R1 അങ്ങനെ തന്നെ എഴുതി 1 2. R2നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. 0നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെ. അടുത്ത എലമെൻറ്റ് ഇതിനെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് 1 എന്ന് കിട്ടി. ഈക്വൽ ടു ഇപ്പോൾ ചെയ്ത ഇതേ ഈ ഓപ്പറേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ R1ന് ചേഞ്ച് ഒന്നുമില്ല, R1 അങ്ങനെ തന്നെ എഴുതി. R2നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ -2നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസും മൈനസിലും ക്യാൻസൽ ആയിപ്പോയി, 2/5. ഇതുപോലെ 1നെ -1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1/5. എ അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് ഇയാളെ ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് എത്തിക്കാൻ ഒറ്റ കാര്യം കൂടി ചെയ്താൽ മതി, ഇവിടെ 0 വരുത്തണം. അപ്പോൾ ആദ്യം ഇയാളെ സെറ്റാക്കി, പിന്നെ ഇയാളെ സെറ്റാക്കി, ഇയാളെ ചെയ്തു, ദെൻ ഇങ്ങോട്ട് വന്നു. ഇനി ഇയാളെ 0 ആക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരാളെ 0 ആക്കാനായിട്ട് നമ്മൾ തേർഡ് ടൈപ്പ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് 0 ആക്കേണ്ട വ്യക്തി, അത് ഫസ്റ്റ് റോയിലാണ് കിടക്കുന്നത്. സോ നമ്മൾ ഓപ്പറേഷൻ ഇങ്ങനെ എഴുതുക, R1 ചേഞ്ചസ് ടു R1 മൈനസ് നമുക്ക് ആരെയാ 0 ആക്കണ്ടേ? 2നെയാണ് 0 ആക്കേണ്ടത്. അപ്പോൾ 2R2 ആരെയാണോ 0 ആക്കേണ്ടത് അതേ ഇൻറ്റു നെക്സ്റ്റ് റോ, ഇവിടെ ആണെങ്കിൽ R2. ഇനി ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ R1നെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം R1ൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ R1 ആയിട്ട് 1 എടുത്തു കഴിഞ്ഞാൽ R2 ആയിട്ട് 0 ആണ് എടുക്കേണ്ടത്. അപ്പോൾ 1 മൈനസ് 2 ഇൻറ്റു 0 1 തന്നെ. സോ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് 1. ഇതുപോലെ R1 ആയിട്ട് 2 എടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ R2 ആയിട്ട് 1 എടുക്കുക. 2 മൈനസ് 2 ഇൻറ്റു 1 ഇറ്റ് ബിക്കം 0. സെക്കൻഡ് റോയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല, അങ്ങനെ തന്നെ. ഇതുപോലെ റൈറ്റ് സൈഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം R1 മൈനസ് 2R2. ഞാൻ R1 ആയിട്ട് ഈ 1നെ എടുക്കുക. അപ്പോൾ നോക്കിയേ, ഞാനെന്ന് എഴുതി കാണിക്കാം. R1 ആയിട്ട് 1നെ എടുത്തു, മൈനസ് R1 ആയിട്ട് ഇയാളെ എടുത്തു കഴിഞ്ഞാൽ R2 ആയിട്ട് ഇതിനെ എടുക്കുക. അപ്പോൾ 1 മൈനസ് 2 ഇൻറ്റു R2 ആയിട്ട് 2/5. അപ്പോൾ നമുക്ക് 1 മൈനസ് 4/5 എന്ന് കിട്ടി. 1 മൈനസ് 4/5 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക. അപ്പോൾ 5 മൈനസ് 4/5, അതായത് 1/5 എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 1/5 എന്ന് കിട്ടി. ഇതുപോലെ R1 ആയിട്ട് 0നെ എടുക്കുക. അപ്പോൾ 0നെ എടുക്കുമ്പോൾ നോക്കിക്കോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാം. അപ്പോൾ 0നെ എടുത്തു എന്ന് വെക്കുക. R1 ആയിട്ട് 0നെ എടുത്തു, -2 അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു R2. അപ്പോൾ R1 ആയിട്ട് 0നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ആളാണ് R2, അതായത് -1/5. ഇപ്പോൾ ഇവിടെ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയി. അപ്പോൾ അവിടുത്തെ ആൻസർ 2/5.
ഇങ്ങനെ R1 മാറ്റം വന്നു, മറ്റേയാൾ അതുപോലെ തന്നെ എഴുതി വെച്ചു. 2/5 അതുപോലെ -1/5 ഇൻറ്റു A അങ്ങനെ തന്നെ നമ്മൾ എഴുതി. ഇപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇവിടെ ഏതോ ഒരു മെട്രിക്സ് കിട്ടിയേക്കണം, ഇപ്പുറത്തെ A കിട്ടിയേക്കണം. ഇങ്ങനെയാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോഴേ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണമെങ്കിൽ A ഇൻറ്റു അതിൻ്റെ ഇൻവേഴ്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് വരണം, ഇവിടെ A ആണ് കിടക്കുന്നത് എങ്കിൽ അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആൾ കൺഫേം ആയിട്ടും A ഇൻവേഴ്സ് ആയിരിക്കണം. ഇങ്ങനെയാണ് എപ്പോഴും വരിക. സോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ കിട്ടിയ ആളാണ് എയുടെ ഇൻവേഴ്സ്. നമുക്ക് എഴുതാം therefore A ഇൻവേഴ്സ് ഈക്വൽ ടു 1/5 2/5 2/5 -1/5. അടുത്തൊരു A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. ഇതിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ച് ഇതിൻ്റെ ഇൻവേഴ്സ് കാണാനാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഇവിടുന്ന് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ A എന്ന് പറയുന്ന മെട്രിക്സ് ഈക്വൽ ടു I ഇൻറ്റു A ഇങ്ങനെ എഴുതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. A ഈക്വൽ ടു I ഇൻറ്റു A എന്ന് എഴുതി. ഇനി എയുടെ സ്ഥാനത്ത് നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സ് എഴുതി 1 3 2 7 ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 1 ഇൻറ്റു A അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി നമ്മുടെ ലക്ഷ്യം പതുക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള 3 ടൈപ്പ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കിടക്കുന്ന ആളെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കുക. ഈ കിടക്കുന്ന ആളെ ചെയ്ത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കുക. അപ്പോൾ അതാക്കാനായിട്ട് നമ്മൾ പഠിച്ചേക്കണ ഒരു നല്ല ഓർഡർ, ആ ഓർഡറിൽ തന്നെ ചെയ്തോളണമെന്നില്ല എപ്പോഴും, പക്ഷേ എല്ലാ പ്രോബ്ലത്തിനും പറ്റിയ ഒരു ഓർഡറാണ് ഈ പറഞ്ഞ യു ഷേപ്പിൽ പോവാന്നുള്ളത്. ആദ്യം ഇതിനെ സെറ്റാക്കുക, ഇവിടെ ആ ഒരു ഓർഡറിൽ പോകാമെന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു ഇതാണ്. ചില ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ അല്ലാതെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ നമ്മൾ ഈ ഒരു യു ഓർഡറിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഈ എലമെൻറ്റ്, അതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയാലും ഫസ്റ്റ് കിടക്കുന്നത് 1 തന്നെയാണ്. അപ്പോൾ അതിനൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഇനി. അപ്പോൾ അതവിടെ സെറ്റ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഇയാളെ ചേഞ്ച് ചെയ്യണം, ഇയാളെ 0 ആക്കി മാറ്റണം. അപ്പോൾ എപ്പോഴും 0 ആക്കാനായിട്ട് തേർഡ് ടൈപ്പ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനാണ് ഉപയോഗിക്കുക. നമുക്ക് ഈ 2നെയാണ് 0 ആക്കേണ്ടത്, അത് സെക്കൻഡ് റോയിലാണ് കിടക്കുന്നത്. സോ നമ്മുടെ ഓപ്പറേഷൻ R2 ചേഞ്ചസ് ടു R2 മൈനസ് ആരെയാണോ 0 ആക്കേണ്ടത്, ഇവിടെ 2നെയാണ് 0 ആക്കേണ്ടത്, സോ 2R1. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഓപ്പറേഷൻ. അപ്പോൾ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ R1ന് ഒരു ചേഞ്ചും ഇല്ല, R1 അങ്ങനെ തന്നെ എഴുതി. R2നെ മാറ്റണം. അപ്പോൾ നമ്മൾ R2 ആയിട്ട് ആദ്യം 2നെ വിചാരിച്ചു, 2 ആണ് നമ്മൾ R2 ആയിട്ട് എടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ 2 മൈനസ്, ഞാനിവിടെ സൈഡിൽ എഴുതുകയാണെങ്കിൽ 2 മൈനസ് 2 ഇൻറ്റു R1 ആരാന്ന് നോക്കുക. ഇതാണ് R2 എങ്കിൽ ഇതിന് മുകളിൽ കിടക്കുന്ന ആൾ, ഇതാണ് നമ്മുടെ R1. അപ്പോൾ 2 മൈനസ് 2 ഇൻറ്റു 1, 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 മൈനസ് 2 0, അത് കിട്ടി. ഇനി ഇതുപോലെ ഇത് അടുത്ത R2 കിടക്കുന്ന അടുത്ത എലമെൻറ്റ്, നമ്മളിപ്പോൾ ഒരു റോയ്ക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ആ റോയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ആ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ 7 ആണ് അടുത്തത്, 7ന് ഈ ഓപ്പറേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ R2 ആയിട്ട് 7 കൊടുക്കുക, മൈനസ് 2 അങ്ങനെ തന്നെ എഴുതുക. ഇതാണ് R2 എങ്കിൽ ഇതിൻ്റെ മുകളിൽ കിടക്കുന്നതായിരിക്കും R1. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ അതേ പൊസിഷനിൽ ഫസ്റ്റ് റോയിൽ കിടക്കുന്ന ആളെ ആയിരിക്കും R1 എന്ന് എടുക്കുക. അപ്പോൾ ഇത് R2 ആണെങ്കിൽ ഇദ്ദേഹമാണ് R1. അപ്പോൾ ഇവിടെ 7 മൈനസ് 2 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 7 മൈനസ് 6 1 ആയി. ഇനി ഇതേ പരിപാടി ഇവിടെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ R1ൽ ചേഞ്ച് ഇല്ല, R1 അങ്ങനെ തന്നെ എഴുതി. R2ൽ ഈ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഇവിടെ R2 ആയിട്ട് 0നെ എടുക്കുക. അപ്പോൾ 0 മൈനസ് 2 ഇൻറ്റു R1 ആയിട്ട് 1, 0 മൈനസ് 2 ഇൻറ്റു 1 അതായത് മൈനസ് 2. ഇനി R2 ആയിട്ട് 1 എടുക്കുക. അപ്പോൾ 1 മൈനസ് 2 ഇൻറ്റു 0
എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തന്നെ. ഇവിടെ A എഴുതി. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് സെറ്റാക്കി, ഇത് 0 ആക്കി, അതപ്പം തന്നെ ഇതും 1 ആയി. അതായത് ഇവിടെ ഓക്കെ ആയി, ഇവിടെ ഓക്കെ ആയി, ഇവിടെ ഓക്കെ ആയി. ഇനി നമുക്ക് ഒറ്റ കാര്യം കൂടി ചെയ്താൽ മതി. ഇയാളെ 0 കൂടി ആക്കിയാൽ കറക്റ്റ് ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ രൂപമായി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇദ്ദേഹത്തിനെ 0 ആക്കണം. അപ്പോൾ ഇത് R1-ലാണ് കിടക്കുന്നത്, 3 ആണിത്. അപ്പോൾ ഈ 3-നെയാണ് എനിക്ക് 0 ആക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ട ഓപ്പറേഷൻ ഇങ്ങനെയാണ്. R1 ചേഞ്ചസ് ടു R1 മൈനസ്, എനിക്ക് ആരെയാണ് 0 ആക്കേണ്ടതെന്ന് നോക്കുക, 3-നെയാണ് 0 ആക്കേണ്ടത്. സോ 3 എഴുതി. ഇനിയുള്ളത് R1-ലുള്ള എലമെൻറ്റിനെയാണ് 0 ആക്കേണ്ടത്. അപ്പോൾ R2 വെച്ചായിരിക്കും ആക്കേണ്ടി വരിക. സോ 3R2. ഇനി അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് R1-ൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു. അപ്പോൾ 1 മൈനസ് 3 ഇൻറ്റു R2 ആയിട്ട് ഇയാളെ വരിക. അപ്പോൾ 1 മൈനസ് 3 ഇൻറ്റു 0 വെച്ച് കഴിഞ്ഞാൽ 1 തന്നെ. ഇനി ഇവിടെ R1 ആയിട്ട് 3 കൊടുത്തു. അപ്പോൾ 3 മൈനസ് 3 ഇൻറ്റു R2 പറഞ്ഞാൽ 1. 3 മൈനസ് 3 ഇൻറ്റു 1 ചെയ്യുന്നത് 3 മൈനസ് 3 0. ഇവിടെ സെക്കൻഡ് റോയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല, അങ്ങനെ തന്നെ. ഈക്വൽ ടു നമ്മുടെ ഇതിലെന്താ വരിക എന്ന് നോക്കാം. അപ്പോൾ R1 ആയിട്ട് 1-നെ എടുത്തു. R1-ൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു. മൈനസ് 3 ഇൻറ്റു R2 ആയിട്ട്, ഇപ്പോൾ 1 ആണ് R1 എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ പൊസിഷനിൽ കിടക്കുന്ന R2-ലെ എലമെൻറ്റ് -2. അപ്പോൾ R2-ൻ്റെ സ്ഥാനത്ത് -2. -3 ഇൻറ്റു -2 പ്ലസ് 6 ആണ്. 1 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 7. അതുപോലെ അടുത്ത എലമെൻറ്റ് ഇവിടെ 0 ആണ്. അപ്പോൾ R1-ൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു. അപ്പോൾ R1-ന് പകരം 0 കൊടുത്തു എന്ന് വിചാരിക്കുക. -3 ഇൻറ്റു R1 ആയിട്ട് 0 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് റോയിൽ കിടക്കുന്ന ആളാണ് R2. ദാറ്റ് ഈസ് 1. 0 മൈനസ് 3 ഇൻറ്റു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ -3. താഴെ ഈ എലമെൻറ്റ്സിന് മാറ്റമൊന്നുമില്ല, കാരണം സെക്കൻഡ് റോനെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. സോ -2, 1. A അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ഈ കിടക്കുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് വരണമെങ്കിൽ A ഇൻവേഴ്സിനെ A കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് വരുള്ളൂ. അതായത് ഈ ഇരിക്കുന്ന ആൾ നമ്മുടെ A ഇൻവേഴ്സ് ആണ്. നമുക്ക് പറയാം therefore A ഇൻവേഴ്സ് ഈക്വൽ ടു മെട്രിക്സ് 7 -3 -2 1. ഇതാണ് A ഇൻവേഴ്സ്. ഇതുപോലെ നമുക്ക് അടുത്ത ഒരു തേർഡ് ഒരു മെട്രിക്സിൻ്റെ കൂടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ 2x2 മെട്രിക്സുകളുടെ ഇൻവേഴ്സ് ഇപ്പോൾ അത് 3ാമത്തെയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ 2x2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനായിട്ടും ഒരേ മെത്തേഡാണ്. അപ്പോൾ ഒരെണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് തന്നെ കിട്ടിക്കോളും. അതാണ് ഈ ഒരു സെക്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു 2x2 മെട്രിക്സ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഇൻവേഴ്സാണ് അടുത്ത് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഴയ പരിപാടി, ഫസ്റ്റ് സ്റ്റെപ്പ് A ഈക്വൽ ടു I ഇൻറ്റു എന്ന് എഴുതി. എയുടെ സ്ഥാനത്ത് നമ്മുടെ മെട്രിക്സ് കൊടുത്തു 2 1 1 1. I എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 1 ഇൻറ്റു A അങ്ങനെ തന്നെ എഴുതി. ഇപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് പതുക്കെ ചെയ്ത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കണം. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ 2 ആണ്. പക്ഷെ നമുക്കിവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 വരണ്ടേ. അപ്പോൾ നമുക്ക് ഈ 2-നെ 1 ആക്കണം. അപ്പോൾ 2-നെ 1 ആക്കാനായിട്ട് ഈ റോനെ ഫുള്ള് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ അതിലും എളുപ്പമുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫസ്റ്റ് റോയിൽ നിന്ന് സെക്കൻഡ് റോ കുറച്ചു എന്ന് വെക്കുക. നമുക്കിവിടെ 2ഉം 1ഉം കുറച്ചാൽ 1 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇച്ചിരി കൂടി എളുപ്പമുള്ള സ്റ്റെപ്പ്. അതുകൊണ്ടുള്ള ഗുണം വേറെ ഒന്നുകൂടി ഉണ്ട്. ഇവിടെ ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ ഇവിടെ ഓൾറെഡി 0 ആയിക്കോളും. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയണ പോലെയാണ്. ഇവിടുത്തെ ആളെയും സെറ്റാക്കാം, ഇവിടുത്തെ ആളെയും ഒറ്റയടിക്ക് തന്നെ സെറ്റാക്കാം. നമുക്ക് ആ ഓപ്പറേഷനിലേക്ക് ഒന്ന് പോവാം. അതായത് R1 ചേഞ്ചസ് ടു R1 മൈനസ് R2. അപ്പോൾ നോക്കി നേരെ R1 നിന്ന് R2 കുറയ്ക്കുക, സിമ്പിളാണ്. അപ്പോൾ 2 നിന്ന് 1 കുറച്ചാൽ 1,
1 നിന്ന് 1 കുറച്ചാൽ 0. താഴത്തെ റോയ്ക്ക് മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ എഴുതി. ഇതേ പരിപാടി റൈറ്റ് സൈഡിൽ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ 1 നിന്ന് 0 കുറച്ചാൽ 1, 0 നിന്ന് 1 കുറച്ചാൽ -1. ഇങ്ങനെ കിട്ടി. നമ്മുടെ അടുത്ത പരിപാടി ഇയാളെ 0 ആക്കുക എന്നുള്ളതാണ്. ഇയാളെ 0 ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ആലോചിക്കുകയാണെങ്കിൽ R2 നിന്ന് R1 കുറച്ചാൽ മതി. 1 നിന്ന് 1 കുറച്ചാൽ 0 ആയിക്കോളില്ലേ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ അതാണ് പരിപാടി. നമുക്ക് R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, R2 നിന്ന് R1 കുറയ്ക്കുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഇതിങ്ങനെ കുറയ്ക്കുമ്പോൾ ഇപ്പുറത്തെങ്ങാനും എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഒരു ചെസ്സിലെ ബുദ്ധിയാണ് വേണ്ടത്. ഒരു 2 സ്റ്റെപ്പ് മുന്നിൽ കാണാൻ പറ്റണം. അതായത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നും കൂടി ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ R2 ചേഞ്ചസ് ടു R2 മൈനസ് R1 എന്ന് ചെയ്യാം. അപ്പോൾ അതിൽ R1ന് യാതൊരു ചേഞ്ചും ഇല്ല, R1 അങ്ങനെ തന്നെ വെച്ചു, 1 0. ഇനി നമുക്ക് R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, അതായത് ഈ R2നെ നമ്മൾ ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ R2 നിന്ന് R1 കുറയ്ക്കണം. ഇപ്പോൾ ഇവിടെ 1 നിന്ന് 1 കുറച്ചു 0, ഇവിടെയാണെങ്കിൽ 1 നിന്ന് 0 കുറച്ചു, ഒന്നും പേടിക്കാനില്ല, 1 നിന്ന് 0 കുറച്ചാൽ 1 തന്നെ. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ആവശ്യമുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ടാണ്. വെറും 2 സ്റ്റെപ്പിൽ നമുക്ക് പരിപാടി കഴിക്കാൻ പറ്റി. ഇനി ഇവിടെ R1ന് ചേഞ്ച് ഇല്ല, സോ 1 മൈനസ് 1 അങ്ങനെ തന്നെ എഴുതി. R2നെ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ R2 നിന്ന് R1 കുറച്ചു. അപ്പോൾ 0 നിന്ന് 1 കുറച്ചാൽ -1. ഇനി അതുപോലെ 1 മൈനസ് -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2. A അങ്ങനെ തന്നെ എഴുതി. ഈ കിടക്കുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ I കിടക്കണു, ഇവിടെ ഒരു എയും കിടക്കുന്നുണ്ട്. സോ കൺഫേം ആയിട്ടും ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ ചങ്ങായി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആയിരിക്കും. എന്നാൽ മാത്രമേ ഇവിടെ I വരുള്ളൂ. നമ്മൾ പഠിച്ചണ്ടേ A ഇൻവേഴ്സ് ഇൻറ്റു A മാത്രമേ I ആവുള്ളൂ. അപ്പോൾ ഈ കിടക്കുന്ന ആൾ therefore A ഇൻവേഴ്സ് ഈക്വൽ ടു 1 മൈനസ് 1 മൈനസ് 1 2. ഇതാണ് ഈ പറഞ്ഞ A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. ഇനി അടുത്ത് നമുക്കൊരു 3/3 മെട്രിക്സ് എടുത്തിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ച് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ ബൈ യൂസിങ് എലമെൻ്ററി ഓപ്പറേഷൻസ് ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ക്യാപിറ്റൽ A ഈക്വൽ ടു 0 1 2 1 2 3 3 1 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു 3/3 മെട്രിക്സ് തന്നിരിക്കുന്നു, അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ പറയും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ പഴയ പോലെ തന്നെ A ഈക്വൽ ടു I ഇൻറ്റു A എന്ന് എഴുതിയിട്ട് തുടങ്ങി. അതിൽ എയുടെ സ്ഥാനത്ത് നമുക്ക് തന്നേ എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു. ഐയുടെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് തന്നേക്കുന്ന 3/3 ഓർഡറുള്ള മെട്രിക്സാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സും 3/3 ഓർഡറുള്ള എടുത്തു, ഇൻറ്റു A വെച്ചു. ഇനി ഇതിൽ നമുക്ക് ഇയാളെ ഇതുപോലെ ആക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് 1 വരണം, അതായത് ഇവിടെ 1 വരണം, ഇവിടെയും 1 വരണം, ഇവിടെയും 1 വരണം. ഇവിടെ ഇതിൽ ഓൾറെഡി 1 ഉണ്ട്. ഇനി ഇവിടെ 1 വരുത്തണം, ഇവിടെയും 1 വരുത്തണം. അപ്പോൾ അതിനെന്തെങ്കിലും എളുപ്പപ്പണി ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ, ഇവിടുത്തെ ഈ 2 റോകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു എന്ന് വെക്കി. അപ്പോൾ ഇത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി, ഇത് താഴേക്ക് വന്നാൽ അതേ കണ്ട നടുക്കത്തെ എലമെൻറ്റും 1 ആയി. അപ്പോൾ ഈ 2 റോകളെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഈ ഒരു 1കളുടെ കാര്യം സെറ്റാക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോണത് നമ്മൾ പഠിച്ച ഫസ്റ്റത്തെ ടൈപ്പ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ R1 ഇൻ്റർചേഞ്ചസ് ടു R2. R1ഉം R2ഉം തമ്മിൽ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ R1 കിടക്കേണ്ടടുത്ത് R2 വരും. അതായത് ഇങ്ങനെ 1 2 3 0 1 2. മറ്റേ R3ക്ക് മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ ഈക്വൽ ടു. ഇതേ പരിപാടി ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ R1ഉം R2ഉം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ R2 ആദ്യം വരും, R1 പിന്നാലെ വരും. R3ക്ക് മാറ്റമൊന്നുമില്ല, ഇവിടെ A. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇപ്പം നമുക്ക് കണ്ട ഈ ഡയഗണൽ എൻട്രീസ് ഫുള്ള് നമ്മൾ 1 ആക്കി. അങ്ങനെ ഡയഗണൽ എൻട്രീസ് സെറ്റായി കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി. ഇനി
ഈ കോളം നമ്മുടെ ഈ ഫസ്റ്റ് കോളത്തിൽ 1ൻ്റെ താഴെയുള്ള ആൾക്കാരെയൊക്കെ 0 ആക്കുക. അപ്പോൾ ഇയാളിപ്പോൾ ഓൾറെഡി 0 ആണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിനെ 0 ആക്കാം. ഇപ്പോൾ ഒരു എലമെൻറ്റിനെ 0 ആക്കാൻ എപ്പോഴും നമ്മൾ തേർഡ് ടൈപ്പ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനാണ് യൂസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3നെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു റോ വെച്ചിട്ട് 0 ആക്കുക. അപ്പോൾ ഇതിലിവിടെ ഓൾറെഡി 0 ആണ്. അപ്പോൾ ഇത് വെക്കേണ്ട, പകരം R1 വെച്ചിട്ട് ഇതിനെ 0 ആക്കുക. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ഇങ്ങനെയാണ് വരിക. R3 ചേഞ്ചസ് ടു R3 മൈനസ് നമുക്ക് ആരെയാണ് 0 ആക്കേണ്ടതെന്ന് നോക്കുക. 3നെയാണ് 0 ആക്കേണ്ടത്. സോ R3 മൈനസ് 3R1 എന്നാണ് നമ്മുടെ ഓപ്പറേഷൻ വരിക. അപ്പോൾ R3ക്കാണ് ചേഞ്ച്, R1ന് ചേഞ്ച് ഇല്ല. R1 അങ്ങനെ തന്നെ എഴുതി. R2ന് ചേഞ്ച് ഇല്ല, അതും അങ്ങനെ തന്നെ എഴുതി. ഇനി R3ക്കാണ് ചേഞ്ച്. അപ്പോൾ ഇവിടെ 3 കിടക്കണു. അപ്പോൾ R3യുടെ സ്ഥാനത്ത് 3 കൊടുത്തു. 3 മൈനസ് 3 ഇൻറ്റു R1. അപ്പോൾ ഇതാണ് R3 എങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R1ലെ എലമെൻറ്റ് 1 ആണ്. സോ ഇവിടെ 3 മൈനസ് 3 ഇൻറ്റു 1 എന്നാണ് വരിക. എന്ന് വെച്ചാൽ 0. ഇതേപോലെ ഇവിടെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ R3യുടെ സ്ഥാനത്ത് 1, R1ൻ്റെ സ്ഥാനത്ത് 2. അപ്പോൾ നമ്മൾ പറയുമ്പോൾ 1 മൈനസ് 3 ഇൻറ്റു R1ൻ്റെ സ്ഥാനത്ത് 2. അപ്പോൾ 1 മൈനസ് 6 എന്നാണ് വരിക. എന്ന് വെച്ചാൽ -5. ഇനി ഇതുപോലെ അടുത്ത ആൾ നമുക്ക് അടുത്തത് ഈ 1നെ ഇതേ ഓപ്പറേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ R3 ആയിട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ R1 ആയിട്ട് 3 ആണ് വരിക. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ 1 മൈനസ് 3 ഇൻറ്റു R1 ആയിട്ട് 3. 1 മൈനസ് 9, അതായത് -8 എന്നാണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് അങ്ങനെ തന്നെ എഴുതി. 1 0 0 0 1 0 0 ഐഡൻറ്റിറ്റി മെട്രിക്സും പോട്ടെ, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള മെട്രിക്സ് അങ്ങനെ തന്നെ എഴുതി. അതായത് 0 1 0 1 0 0. നമ്മൾ 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് കണ്ടെത്തുന്നത് ഓൾറെഡി പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് 3/3 മെട്രിക്സുകളുടെ ഇൻവേഴ്സ് എങ്ങനെയാണ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിൽ ഞാനിപ്പോൾ കാണിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള സകല സ്റ്റെപ്പുകളും എല്ലാ സ്റ്റെപ്പുകളും ചെയ്ത് അതിൻ്റെ ഭംഗിയിൽ ഉത്തരം കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിന് ശേഷം കുറച്ചുകൂടി ഷോർട്ട് കട്ട് മെത്തേഡുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന അടുത്ത മെട്രിക്സുകൾ ഇതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഏറ്റവും എല്ലാ സ്റ്റെപ്പുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ കാണിക്കുന്നത്. നോക്കി, ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഫസ്റ്റ് റോ 1 3 -2 -3 0 -5 2 5 0. ഇത്തരത്തിൽ എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണണം. അപ്പോൾ നമ്മൾ 2/2 മെട്രിക്സിൽ ചെയ്ത പോലെ തന്നെ തുടങ്ങുകയാണ്. ഇവിടെ എ ഈക്വൽ ടു I ഇൻറ്റു എ. 2/2 മെട്രിക്സിൽ സ്വീകരിച്ച അതേ ടെക്നിക്ക്. എ എന്ന് പറയുന്ന മെട്രിക്സ് I ഇൻറ്റു എ ആണെന്ന് വിചാരിക്കും. ദെൻ എയുടെ സ്ഥാനത്ത് നമുക്ക് തന്നിരുന്ന മെട്രിക്സ് അതുപോലെ തന്നെ എടുത്ത് എഴുതി. I എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇവിടെ എ 3/3 ആണ്. സോ ഐയും 3/3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ്. I എഴുതി ഇൻറ്റു എ അങ്ങനെ തന്നെ ഇട്ടു. അടുത്ത സ്റ്റെപ്പ്, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള ഓരോ പരിപാടികളായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഉദ്ദേശം ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സിനെ ചെയ്ത് ഈ രൂപത്തിലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുക, ഇതിൻ്റെ ആദ്യത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആക്കുക എന്നതാണ്. ഇപ്പോൾ ഇത് ഓൾറെഡി 1 ആണ്. സോ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തീർന്നു. ഇപ്പോൾ ഇത് ഓൾറെഡി 1 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ 1നെ ഉപയോഗിച്ച് ഈ കോളത്തിലുള്ള ബാക്കി 2 എലമെൻസിനെയും 0 ആക്കലാണ്. അപ്പോൾ എപ്പോഴും എലമെൻസിനെ 0 ആക്കാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ എലമെൻറ്റിനെ 0 ആക്കണമെന്ന് വെക്കി. ഇത് സെക്കൻഡ് റോയിലെ എലമെൻ്റാണ്, അതായത് R2ലെ എലമെൻ്റാണ്. സോ ഇതിനെ 0 ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ ഇങ്ങനെയാണ്. R2 ചേഞ്ചസ് ടു R2 മൈനസ് ആരെയാണോ 0 ആക്കേണ്ടത് അത്രയും R1. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് -3R1 അങ്ങനെയാണ് വരിക. അപ്പോൾ അതിലെ മൈനസും ചേർത്ത് നമുക്ക് +3R1 എന്ന് എഴുതാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ -3നെ 0 ആക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇത് 1 ആക്കി, ഇതിനെ 0 ആക്കി. ഇനി നമുക്ക് ഇയാളെയും കൂടി 0 ആക്കാം.
അപ്പോൾ ഇദ്ദേഹത്തിനെ 0 ആക്കാനായിട്ട് ഇതേപോലെ തന്നെ ഇത് തേർഡ് റോയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ 0 ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് R3 ചേഞ്ചസ് ടു R3 മൈനസ് ആരെയാണ് 0 ആക്കേണ്ടത് നോക്കുക, 2വിനെയാണ് ആക്കേണ്ടത്. അപ്പോൾ R3 മൈനസ് 2 നമ്മൾ ആദ്യം 1 ആക്കിയത് R1നെയാണ്. ഈ R1നെ വെച്ചിട്ടാണ് ഇവരെ രണ്ടുപേരെയും 0 ആക്കുന്നത്. സോ R3 ചേഞ്ചസ് ടു R3 മൈനസ് 2R1. ഈ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഈ ഓപ്പറേഷനിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ R1നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. സോ R1 അങ്ങനെ തന്നെ എഴുതി വെച്ചു. R2വിൽ ഈ ഓപ്പറേഷൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ R2ൻ്റെ സ്ഥാനത്ത് -3 കൊടുത്തു, +3 അങ്ങനെ തന്നെ എഴുതി. R1ൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു. അപ്പോൾ -3 + 3 × 1, അതായത് -3 + 3 0 ആയിപ്പോയി. അത് കിട്ടി. അടുത്തത് R2 ആയിട്ട് 0 എടുക്കുക. അപ്പോൾ R1 3 ആണ്. അപ്പോൾ ഇവിടെ 0 + 3 × R1ൻ്റെ സ്ഥാനത്ത് 3. അപ്പോൾ 0 + 3 × 3 9 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 9 എഴുതി. ഇതുപോലെ R2 ആയിട്ട് -5 എടുക്കുക. അപ്പോൾ -5 + 3 × R1 ആയിട്ട് -2. അപ്പോൾ -5 + 3 × -2 എന്ന് വെച്ചാൽ -5 -6 -11 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ R2വിനെ ഈ ഓപ്പറേഷൻ വെച്ച് നമ്മൾ ചെയ്തു. അത് അതുപോലെ തന്നെ R2വിൽ എഴുതി. അടുത്തത് R3യിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 മൈനസ് 2R1 എന്നാണ് ഓപ്പറേഷൻ. സോ R3യിൽ ആദ്യത്തെ എലമെൻറ്റ് 2 എടുത്തു. അപ്പോൾ ഈ 2 ആണ് R3 എങ്കിൽ R1 ആയിട്ട് 1 എടുക്കണം. സോ 2 - 2 × 1 എന്ന് വെച്ചാൽ 2 - 2 0. അതൊക്കെ. അടുത്ത സ്റ്റെപ്പ് R3 ആയിട്ട് 5 എടുത്തു. അപ്പോൾ R1 ആയിട്ട് 3നെയാണ് എടുക്കേണ്ടത്. സോ 5 - 2 × 3 എന്ന് വെച്ചാൽ 5 - 6 -1. അതും സെറ്റ്. ദെൻ R3 ആയിട്ട് 0 എടുക്കുക. അപ്പോൾ R1 എന്ന് പറയുന്നത് -2. അപ്പോൾ ഇവിടെ ഓപ്പറേഷനിൽ കൊടുക്കുമ്പോൾ 0 - 2 × -2 എന്ന് വെച്ചാൽ 0 + 4. അപ്പോൾ ഇവിടെ വെറും 4 എന്ന് കിട്ടി. ഈ രണ്ട് ഓപ്പറേഷൻസ് ചെയ്തപ്പോൾ എയിൽ ഇത്രയും മാറ്റങ്ങളാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം നടന്നു. അതായത് ഫസ്റ്റ് കിടക്കുന്ന എലമെൻറ്റ് 1 ആക്കി അതിനെ വെച്ച് ഈ കോളത്തിൽ ബാക്കിയുള്ളവരെ ഫുള്ള് 0 ആക്കി. നമ്മുടെ ഉദ്ദേശം അതായിരുന്നു. അത് നടന്നു. ഇനി ഈ ഓപ്പറേഷൻസ് ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിലും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ എഴുതി വെച്ചു. ദെൻ R2 ചേഞ്ചസ് ടു R2 + 3R1. നമ്മൾ R2 ആയിട്ട് 0 എടുക്കുക, R1 ആയിട്ട് 1 എടുക്കുക. അപ്പോൾ 0 + 3 × 1 3 എന്ന് കിട്ടി. ഇനി അതുപോലെ R2 ആയിട്ട് 1 എടുക്കുക. അപ്പോൾ R1 0. അപ്പോൾ 1 + 3 × 0 1 തന്നെ. ഇനി R2 ആയിട്ട് 0 എടുക്കുക. അപ്പോൾ R1 0 തന്നെ. അപ്പോൾ അതിൽ 0 + 3 × 0 0 തന്നെ കിട്ടി, മാറ്റമൊന്നുമില്ല. അപ്പോൾ സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതി. ഇനി ഇതേപോലെ തേർഡ് റോയിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ R3 ചേഞ്ചസ് ടു R3 - 2R1. ഇതാണ് ഓപ്പറേഷൻ. R3 ആയിട്ട് 0നെ എടുത്തു. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R1 1 ആണ്. അപ്പോൾ 0 - 2 × 1, അതായത് 0 - 2 -2 എന്ന് കിട്ടി. ഇനി R3 ആയിട്ട് 0 എടുക്കുക, R1 ആയിട്ട് 0 ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ 0 - 2 × 0 0 തന്നെ കിട്ടി. R3 ആയിട്ട് 1 എടുത്തു, R1 ആയിട്ട് 0 1 - 3 2 × 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തന്നെ. അപ്പോൾ ഈ രണ്ട് ഓപ്പറേഷൻസ് ഇതിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെട്രിക്സിലും ഇത്രയും മാറ്റങ്ങളാണ് ഉണ്ടായേക്കുന്നത്. അവിടെ വെച്ചു. ഇനി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എയിലേക്ക് ഒന്നുകൂടി നോക്കുക. ഇപ്പോൾ ഫസ്റ്റത്തെ കോളം നമ്മൾ റെഡിയാക്കി. ഇത് ഐഡൻറ്റിറ്റി മാട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം പോലെ തന്നെയാക്കി. ഇനി അടുത്തത് സെക്കൻഡ് കോളം നമുക്ക് ഡീൽ ചെയ്യണം. അപ്പോൾ ഐഡൻറ്റിറ്റി മാട്രിക്സിൻ്റെ സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ 0 1 0 എന്നാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇയാളെ 0 1 0 എന്നിരുത്തണം. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് ആരെയാണോ 1 ആക്കേണ്ടത് അയാളെ പിടിച്ച് 1 ആക്കുക. അപ്പോൾ ഇവിടെ ഇതിനെയാണ് നമുക്ക് 1 ആക്കേണ്ടത്. എന്ന് വെച്ചാൽ R2ൽ കിടക്കുന്ന എലമെൻറ്റിനെയാണ് 1 ആക്കേണ്ടത്. എപ്പോഴും ഒരു എലമെൻറ്റിനെ 1 ആക്കാനായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ ആരാണോ ഇവിടെ കിടക്കുന്നത്, ആരെയാണോ 1 ആക്കേണ്ടത് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ റോനെ ഫുള്ള് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ R2ൽ കിടക്കുന്ന 9നെയാണ് എനിക്ക് 1 ആക്കേണ്ടത്. സോ ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഓപ്പറേഷൻ ഇന്നതാണ്. R2 ചേഞ്ചസ് ടു R2 × 1/9. അപ്പോൾ ഇവിടെ
R2 മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതി, തേർഡ് റോയും അങ്ങനെ തന്നെ എഴുതി. R2-നെ 1/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0-നെ 1/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ, 9-നെ 1/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1, -11-നെ മൾട്ടിപ്ലൈ ചെയ്താൽ -11/9. അപ്പോൾ ഇവിടെ ഓക്കെ. ഇതേപോലെ ഈ ഐഡൻറ്റിറ്റി ഇപ്പം നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ട്രാൻസ്ഫോം ചെയ്തു. ആ കിട്ടിയ സാധനത്തിന് സെക്കൻഡ് റോനെ ഫുള്ള് 1/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതി, തേർഡ് റോയും അതുപോലെ എഴുതി. സെക്കൻഡ് റോയിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 3/9 1/9 0 എന്ന് വരും. 3/9 1/9 0. ഈ 3/9-നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്ത് 1/3 എന്ന് എഴുതാം കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ സിംപ്ലിഫൈ ചെയ്ത് 1/3 എന്ന് എഴുതാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ പരിപാടിയും കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഇവിടെ 1 വരെ കിട്ടി. ഇനി നമുക്ക് അടുത്ത് ഡീൽ ചെയ്യേണ്ടത് ഇയാളെ 0 ആക്കണം, ഇയാളെ 0 ആക്കണം. സെക്കൻഡ് കോളം ഐഡൻറ്റിറ്റി മെട്രിക്സ് പോലെ ആക്കണം. അപ്പോൾ അതിൽ ഇവിടെ 1 ആക്കി, ഇനി ഈ 2 പേരെ 0 ആക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 3-നെയാണ് എനിക്ക് 0 ആക്കേണ്ടത്. അത് R1-ലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ R1 ചേഞ്ചസ് ടു R1 - 3R2. നമ്മൾ ഇതിനെ 0 ആക്കാൻ പോണത് ഈ R2 ഇതിൻ്റെ ബലത്തിലാണ്. അപ്പോൾ ഈ R2 ഉപയോഗിച്ച് ഈ 3-നെ 0 ആക്കണം. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ വരിക R1 ചേഞ്ചസ് ടു R1 - 3R2. ഇനി അതുപോലെ തന്നെ ഇയാളെ നമുക്ക് 0 ആക്കണം. അപ്പോൾ ഓപ്പറേഷൻ വരിക ഇത് R3 ആണ്. R3 ചേഞ്ചസ് ടു R3 - -1R2. മൈനസും മൈനസും ചേർത്ത് നമുക്ക് പ്ലസ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ വരിക R3 ചേഞ്ചസ് ടു R3 + R2. ഇനി നമുക്ക് ഈ 2 ഓപ്പറേഷൻസ് ഇതിൽ കൊടുത്ത് നോക്കാം. അപ്പോൾ സെക്കൻഡ് റോ നമ്മൾ തൊട്ടിട്ടില്ല. സെക്കൻഡ് റോ 0 1 -11/9 എന്ന് അങ്ങനെ തന്നെ എഴുതി. ഫസ്റ്റ് റോനെ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ R1 - 3R2 അതാണ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ R1-ൻ്റെ സ്ഥാനത്ത് 1, R2 0. അപ്പോൾ 1 - 3 × 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തന്നെ. ഇവിടെയാണെങ്കിൽ 3 - 3 × 1, 3 - 3 0 ആയി. ഇവിടെയാണെങ്കിൽ -2 - 3 × -11/9, -2 - 3 × R2-ൻ്റെ സ്ഥാനത്ത് ഇയാളെ കൊടുക്കുക. നമ്മളതൊന്ന് ജസ്റ്റ് ക്രോസ് ചെയ്ത് നോക്കുക. ഒന്ന് ക്രോസ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് 15/9 എന്നാണ് കിട്ടുക. വേണമെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് 5/3 എന്ന് എഴുതാം കേട്ടോ. പക്ഷേ ഇപ്പോൾ 15/9 എന്ന് കിടക്കട്ടെ. ഇനി R2-ൽ മാറ്റമൊന്നുമില്ല, R2 അങ്ങനെ തന്നെ വെച്ചു. ഇനി R3-നെ ഈ ഓപ്പറേഷൻ വെച്ച് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ R3 ചേഞ്ചസ് ടു R3 + R2. അപ്പോൾ ഈ R3 R2 കൂടെ കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. 0-യും 0-യും കൂട്ടിയാൽ 0, -1-ഉം 1-ഉം കൂട്ടി 0. ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 25/9. ഈ 2 ഓപ്പറേഷൻ ഈ മെട്രിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ R2-ൽ മാറ്റമൊന്നുമില്ല. R2 ഇവിടെ 3/9 ആയിരുന്നു, ഞാനത് 1/3 എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. R2 അങ്ങനെ തന്നെ എഴുതി. ഇനി ഈ R2-നെ വെച്ച് ഇവർ രണ്ടുപേരെയും സെറ്റാക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്പറേഷൻ R1 ചേഞ്ചസ് ടു R1 - 3R2. അത് ഇതിൽ അപ്ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ 1 - 3 × 3/9. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 1 - 9/9 അഥവാ 1 - 1 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 0, അത് ഓക്കെ. അടുത്തത് ഈ എലമെൻറ്റിനെ എടുക്കുക, ഈ ഓപ്പറേഷനിൽ കൊടുക്കുക. അപ്പോൾ 0 - 3 × 1/9 എന്ന് വെച്ചാൽ -3/9. അതിനെ ചെറുതാക്കി -1/3 എന്ന് എഴുതി. പിന്നെ ഇവിടെയുള്ളത് 0 - 3 × 0 മാറ്റമൊന്നുമില്ല, 0 എന്ന് തന്നെ എഴുതി വെച്ചു. R2 ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ താഴേക്ക് എഴുതി. ഇനി അടുത്ത് നമുക്ക് R3-നെയാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 + R2. R3-യും R2-യും കൂടെ കൂട്ടി ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെ -2 + 3/9 അല്ലെങ്കിൽ 1/3. അപ്പോൾ -2 + 3/9 എന്ന് ചെയ്യുകയാണെങ്കിൽ -15/9 എന്ന് കിട്ടും. അതിനെ വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 3 കൊണ്ട് മുകളിലും താഴെയും വെട്ടിക്കളഞ്ഞാൽ -5/3 എന്ന് ആക്കാം. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഇവിടെ വെച്ച് സിംപ്ലിഫൈ ചെയ്ത് -5/3 എന്ന് ആക്കാം. ഓക്കെ, -5/3. പിന്നെ അതുപോലെ 0 + 1/9 1/9, 1 + 0 1 തന്നെ. ഇത്രയും വരെ.
അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ കൂടി ചെയ്തു. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് കോളം ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ പോലെ തന്നെയായി. 2 കോളം നമ്മൾ റെഡിയാക്കി. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് തേർഡ് കോളത്തിനെ സെറ്റാക്കണം. അപ്പോൾ തേർഡ് കോളത്തിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എങ്ങനെ ഇരിക്കണം നോക്കി. ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ തേർഡ് കോളം. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 1. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഈ താഴെയുള്ള ആളെ 1 ആക്കണം. ഇദ്ദേഹത്തിനെ 1 ആക്കണം. അപ്പോൾ എപ്പോഴും ഒരാളെ 1 ആക്കാനായിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ആ റോനെ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് R3യിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ 1 ആക്കാൻ R3 ചേഞ്ചസ് ടു R3 ഇൻറ്റു ഇവിടെ 25/9 അതിൻ്റെ റെസിപ്രോക്കൽ 9/25. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തല തിരിച്ചിടാൻ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. R1ന് ചേഞ്ച് ഇല്ല. R1 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. അതിൽ 15/9 ഞാൻ സിംപ്ലിഫൈ ചെയ്ത് 5/3 എന്ന് എഴുതി. വേറെ നോ ചേഞ്ച്. R2ന് ചേഞ്ച് ഇല്ല. R2 അങ്ങനെ തന്നെ എഴുതി. R3യിൽ ഓരോ ടേമിനെയും 9/25 കൊണ്ട് ഗുണിച്ചു. ഇതിനെ ഗുണിച്ചാൽ മാറ്റമൊന്നുമില്ല, 0 തന്നെ. ഇതിനെ ഗുണിച്ചാലും മാറ്റമില്ല. ഇതിനെ ഗുണിക്കുമ്പോൾ 1 കിട്ടി. ഈ രൂപത്തിലായി. ഇതേപോലെ തന്നെ ഇവിടെയും സെയിം സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാം. R3നെ മാത്രം എടുത്ത് 9/25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇദ്ദേഹത്തിന് R1 അങ്ങനെ തന്നെ എഴുതി, R2 അങ്ങനെ തന്നെ എഴുതി. ഇദ്ദേഹത്തിനെ 9/25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അതിനെ ചെറുതാക്കി -3/5 എന്ന് എഴുതാം. ഇദ്ദേഹത്തിനെ ഇതേപോലെ 9/25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/25 കിട്ടി. 1നെ 9/25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ കിട്ടി ഇൻറ്റു A. അവിടെ ആ പരിപാടിയും കഴിച്ചു. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഈ 2 ആൾക്കാരെ 0 ആക്കണം. അപ്പോൾ ഇവരെ 0 ആക്കാനായിട്ട് ഇത് R1 ആണ്. അതിന് വേണ്ട സ്റ്റെപ്പ് R1 ചേഞ്ചസ് ടു R1 മൈനസ് ഇയാളെയാണ് 0 ആക്കേണ്ടത് വിത്ത് ഈ 1 ഉപയോഗിച്ച്. അപ്പോൾ R1 ചേഞ്ചസ് ടു R1 മൈനസ് 5/3 R3. അതുപോലെ ഇതിനെ 0 ആക്കണമെങ്കിൽ R2 ചേഞ്ചസ് ടു R2 മൈനസ് 11/9 R3. R2 മൈനസ് -11/9 R3. അപ്പോൾ അവിടെ കണ്ട 2 മൈനസ് ചേർന്ന് അത് പോസിറ്റീവായി. അപ്പോൾ ഇത് രണ്ടുമാണ് ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻസ്. ഇപ്പോൾ ഈ ഓപ്പറേഷൻസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നോക്കി നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. ഇനി ഇത് റൈറ്റ് സൈഡിലും ഇതേ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ R1 ആയിട്ട് 0നെ എടുക്കുക, R3 ആയിട്ട് ഇയാളെ എടുക്കുക. അങ്ങനെ അതുപോലെ ഈ ഓരോരുത്തരെ എടുത്ത് ഫസ്റ്റ് റോനെ ഈ ഓപ്പറേഷൻ വെച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് 1 -2/5 -3/5 എന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ R2നെ ഇതേപോലെ ചെയ്യുക. അപ്പോൾ ചെറിയ രീതികളിലുള്ള സിംപ്ലിഫിക്കേഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ വേണമെങ്കിൽ -15/25നെ ഇവിടെ വെച്ച് തന്നെ 5 കൊണ്ട് വെട്ടിക്കളഞ്ഞ് -3/5 എന്നാക്കിക്കോ. അപ്പോൾ ചെയ്യാനായിട്ട് ഇച്ചിരി കൂടി എളുപ്പമുണ്ടാവും. R2 + 11/9 R3 ചെയ്തു. അങ്ങനെ ഈ ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇത്തരത്തിലാണ് കിട്ടുക. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വന്ന ആളെയാണ് നമ്മൾ A ഇൻവേഴ്സ് എന്ന് വിളിക്കുക. സോ ഈ ഇരിക്കുന്ന ആളാണ് നമ്മുടെ A ഇൻവേഴ്സ്. ഇത്തരത്തിലാണ് നമ്മൾ ഒരു 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ബൈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഓർഡർ മറക്കണ്ട. ആദ്യം ഇയാളെ 1 ആക്കുക, അതുപയോഗിച്ച് ഇവരെ 2 പേരെയും 0 ആക്കുക. പിന്നെ ഈ കിടക്കുന്ന ആളെ 1 ആക്കുക, അതുപയോഗിച്ച് ഇവരെ 2 പേരെയും 0 ആക്കുക. പിന്നെ ഇതിനെ 1 ആക്കുന്നു, അതുപയോഗിച്ച് ഈ 2 ആൾക്കാരെ 0 ആക്കുന്നു. ഇതാണ് ട്രഡീഷണലി എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് കണക്ക് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി ഷോർട്ട് കട്ടായിട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി അടുത്ത ഒരു 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ് അടുത്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിൽ കുറച്ച് ഷോർട്ട് കട്ടുകൾ, അതായത് ചില സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ചില സ്റ്റെപ്പുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നേക്കണം. ഇതിൻ്റെ ഇൻവേഴ്സ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് കാണാൻ പറഞ്ഞേക്കും. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഓർഡർ എപ്പോഴും സെയിം തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ A = I × A അങ്ങനെ എഴുതിയിട്ട് നമ്മൾ തുടങ്ങി. A = I × A. നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സ് = I × A എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ദെൻ എയുടെ സ്ഥാനത്ത് നമ്മുടെ മെട്രിക്സ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ മെട്രിക്സ് അതുപോലെ തന്നെ എഴുതി വെച്ചു. = I × A എന്ന് വെച്ചു.
ഐ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. 1 0 0 0 1 0 8. ഇനി നമുക്ക് ഈ മെട്രിക്സിനെ പതുക്കെ പതുക്കെ ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ രൂപത്തിലേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യം തന്നെ ഇദ്ദേഹത്തിനെ 1 ആക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ പണി. ഇദ്ദേഹത്തിനെ 1 ആക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊരു എലമെൻറ്റിനെ 1 ആക്കണമെങ്കിലും ആരെയാണോ 1 ആക്കേണ്ടത് അതുൾപ്പെടുന്ന റോനെ ഫുള്ള് ആ സംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഈ 2നെയാണ് 1 ആക്കേണ്ടത്. സോ ഈ R1 എന്ന് പറയുന്ന റോനെ ഫുള്ള് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതായത് R1 ചേഞ്ചസ് ടു R1 ഇൻറ്റു 1/2. ഈ റോനെ ഫുള്ള് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആയി, 0 മൈനസ് 1/2 അങ്ങനെ തന്നെ എഴുതി. ബാക്കി 2 റോയ്ക്കും ഒരു മാറ്റവും ഇല്ല. 2 റോ അതുപോലെ തന്നെ താഴേക്ക് കോപ്പി പേസ്റ്റ്. ഇനി ഇപ്പുറത്ത് ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് റോനെ ഫുള്ള് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1നെ 1/2 കൊണ്ട് ഗുണിച്ചാൽ 1/2, 0നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മാറ്റമൊന്നുമില്ല. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ വന്നു. എ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇവിടെ 1 ആയി. ഇനി നമുക്ക് ഈ ഫസ്റ്റ് റോയിൽ കിടക്കുന്ന 1നെ വെച്ച് ഈ R1നെ വെച്ച് ഈ കോളത്തിലുള്ള ബാക്കി 2 എലമെൻറ്റിനെയും 0 ആക്കണം. അപ്പോൾ ഇതിൽ ഇവിടെ ഓൾറെഡി 0 ആണ്. അതായത് R3യുടെ സ്ഥാനത്ത് ഓൾറെഡി 0 ആണ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് കുറയ്ക്കാൻ പറ്റി. ഇനി നമ്മുടെ ലക്ഷ്യം ഇയാളെ 0 ആക്കുക എന്നതാണ്. അപ്പോൾ ഈ 5നെ 0 ആക്കണം. 5 എന്ന് പറഞ്ഞാൽ R2ലാണ് കിടക്കുന്നത്. സോ അതിനെ 0 ആക്കാനായിട്ടുള്ള ഐഡിയ എന്താ വെച്ചാൽ R2 ചേഞ്ചസ് ടു R2 മൈനസ് 5R1. ഈ R1നെ വെച്ച് ഈ 5നെ 0 ആക്കണം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് 5R1. നമ്മൾ നോക്കി R1ന് ഒരു ചേഞ്ചും ഇല്ല. R1 അങ്ങനെ തന്നെ ഇവിടെ എടുത്തെഴുതി. R2 ഈ സെക്കൻഡ് റോനെ R2 മൈനസ് 5R1 എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ 5 എടുത്തു R2 ആയിട്ട്. അപ്പോൾ 5 ആണ് R2 എങ്കിൽ 1 ആണ് R1. അപ്പോൾ ഇവിടെ 5 മൈനസ് 5 ഇൻറ്റു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0. അതൊക്കെ. ഇനി അടുത്തത് 1 ആയിട്ട് എടുത്തു. R2 ആയിട്ട് 1 എടുത്തു. അപ്പോൾ R1 0. 1 മൈനസ് 5 ഇൻറ്റു 0 1 തന്നെ. ഇവിടെ 1 കിട്ടി. ഇതുപോലെ 0 എടുക്കുക. R2 ആയിട്ട് 0 എടുക്കുക. അപ്പോൾ R1 എന്ന് പറയുന്നത് മൈനസ് 1/2. അപ്പോൾ 0 മൈനസ് 5 ഇൻറ്റു മൈനസ് 1/2. മൈനസും മൈനസും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്കവിടെ മൈനസ് 1/2 എന്നാണ് കിട്ടുക. അപ്പോൾ അതായത് ഞാൻ ഒന്നുകൂടി പറയാം ആ സ്റ്റെപ്പ്. R2 ചേഞ്ചസ് ടു R2 മൈനസ് 5R1 എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ R2ൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് 0 ആണ്. 0 മൈനസ് 5 ഇൻറ്റു മൈനസ് 1/2. അപ്പോൾ 0 പ്ലസ് 5/2 എന്നാണ് വരിക. അതായത് 5/2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 5/2 കിട്ടി. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോനെ നമ്മൾ ഈ ഓപ്പറേഷൻ വെച്ച് ചെയ്തു. ഇങ്ങനെ സെറ്റാക്കി. ഇനി തേർഡ് റോയിൽ ഓൾറെഡി ഇവിടെ 0 ആണ്. അപ്പോൾ ഇനി അതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ തേർഡ് റോ അങ്ങനെ തന്നെ എഴുതി വെച്ചു. അപ്പോൾ 0 1 3. ഇനി ഇതേ സ്റ്റെപ്പുകൾ നമ്മൾ റൈറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അവിടെയും R1ന് ചേഞ്ച് ഇല്ല. R1 അങ്ങനെ തന്നെ എഴുതി. R3ക്കും ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല. R3യും അങ്ങനെ തന്നെ ചെയ്തു. നമുക്ക് R2നെ മാത്രമാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെയും R2 മൈനസ് 5R1. അപ്പോൾ 0നെ R2 ആയിട്ട് എടുക്കുക. അപ്പോൾ 1/2 ആണ് R1. അപ്പോൾ 0 മൈനസ് 5 ഇൻറ്റു 1/2 മൈനസ് 5/2 എന്ന് കിട്ടി. അടുത്തത് R2 ആയിട്ട് 1 എടുക്കുക. അപ്പോൾ R1 0. 1 മൈനസ് 5 ഇൻറ്റു 0 1 തന്നെ. അടുത്തതിൽ R2 0 R1 0. അപ്പോൾ അവിടെ 0 എന്ന് തന്നെ കിട്ടി. ആ പരിപാടിയും കഴിഞ്ഞു. R3ക്ക് മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ എഴുതി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും വരെ സെറ്റായി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോളത്തിനെ ഓക്കെ ആക്കി. ഇനി നമുക്ക് സെക്കൻഡ് കോളത്തിനെയാണ് അടുത്തത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം സെക്കൻഡ് കോളത്തിൽ ഈ എലമെൻറ്റിനെ 1 ആക്കണം. പക്ഷേ ഇത് ഓൾറെഡി 1 ആണ്. അപ്പോൾ R2 ഈ സെക്കൻഡ് കോളത്തിൽ ഈ കിടക്കുന്ന R2ലെ എലമെൻറ്റ് 1 ആയി. ഇനി ഈ 1നെ ഉപയോഗിച്ച് ഇവനെയും 0 ആക്കുക, ഇവനെയും 0 ആക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിൽ ഇവിടെ ഓൾറെഡി 0 വന്നു. ഇനി നമുക്ക് ആകെ ഇയാളെ മാത്രം 0 ആക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ R3യിൽ കിടക്കുന്ന എലമെൻ്റാണ്, 1 ആണ്. അതിനെ 0 ആക്കണം. ആരെ വെച്ച്? ഈ R2നെ വെച്ച്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ R3 ചേഞ്ചസ് ടു R3 മൈനസ് R2. അതായത് തേർഡ് റോനെ സെക്കൻഡ് റോ കൊണ്ട് കുറയ്ക്കുക. ഇപ്പോൾ 0 മൈനസ് 0 0, 1 മൈനസ് 1 0, 3 മൈനസ് 5/2 1/2 എന്ന് കിട്ടി.
ഇതേ സ്റ്റെപ്പ് ഇവിടെയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഇല്ല, സെക്കൻഡ് റോയിൽ ചേഞ്ച് ഇല്ല, തേർഡ് റോനെ R3 ആയിട്ട് 0 എടുക്കുക, R2 അപ്പം -5/2. അപ്പോൾ 0 മൈനസ് 5/2 എന്ന് വെച്ചാൽ വെറും 5/2. ഇവിടെയാണെങ്കിൽ 0 - 1 -1, ഇവിടെ 1 - 0 1 തന്നെ. അപ്പോൾ ഇവിടെയും നമുക്ക് കറക്റ്റായി സെറ്റ് ചെയ്തു. ഇനി ഇവിടെ A അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. ഇനി നമുക്ക് അടുത്തത് വേണ്ടത്, ഇപ്പോൾ ഫസ്റ്റ് കോളം സെറ്റ് ചെയ്തു, സെക്കൻഡ് കോളം സെറ്റ് ചെയ്തു, ഇനി തേർഡ് കോളം റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ തേർഡ് കോളത്തിൽ ഈ കിടക്കുന്ന എലമെൻറ്റിനെ 1 ആക്കുക. ഇപ്പോൾ ഇവിടെ 1/2 ആണ്, അതിനെ 1 ആക്കാനായിട്ട് ഇത് R3യിലാണ് കിടക്കുന്നത്, 1/2 ആണ്. അപ്പോൾ അതിനെ 1 ആക്കാൻ R3 ചേഞ്ചസ് ടു R3 ഇൻറ്റു ഇയാളുടെ റെസിപ്രോക്കൽ. 1/2ൻ്റെ റെസിപ്രോക്കൽ പറഞ്ഞാൽ വെറും 2. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 ഇൻറ്റു 2. R1ന് ചേഞ്ച് ഇല്ല, R1 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. R2ന് ചേഞ്ച് ഇല്ല, അങ്ങനെ തന്നെ എഴുതി. R3നെ മാത്രം ഓരോ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0നെ 2 കൊണ്ട് ഗുണിച്ചാൽ 0, 0നെ 2 കൊണ്ട് ഗുണിച്ചാൽ 0, 1/2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 1. ഇതേപോലെ ഇവിടെയും ചെയ്യാം. R1 R2 അങ്ങനെ തന്നെ എടുത്ത് എഴുതുക, R3നെ ഫുള്ള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ 5 ആയി, -1നെ 2 കൊണ്ട് ഗുണിച്ചാൽ -2 ആയി, 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 ആയി. ഇവിടെ വരെ റെഡിയായി. ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഇവിടെ ഓൾറെഡി 1 വന്നു, ഇനി ഈ 1 ഉപയോഗിച്ച് ഇയാളെയും 0 ആക്കുക, ഇയാളെയും 0 ആക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഇയാളെ റെഡിയാക്കാം. അപ്പോൾ ഇത് R2 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ R2 ചേഞ്ചസ് ടു R2 മൈനസ് 5/2 R3. ഇതുപോലെ ഇയാളെ റെഡിയാക്കാം. അതിന് ചെയ്യേണ്ടത് R1 ചേഞ്ചസ് ടു R1 മൈനസ് -1/2 R3. അപ്പോൾ മൈനസും ചേർന്ന് +1/2 R3 എന്നായി. അപ്പോൾ ഈ സൈഡിൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. ഇതുപോലെ ഇപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ R1നെയും ചേഞ്ച് ചെയ്യുക, R2നെയും ചേഞ്ച് ചെയ്യുക, R3 അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതേ ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ R2ൻ്റെ സ്ഥാനത്ത് -5/2 കൊടുത്തു. അപ്പോൾ ഇവിടെ R3യുടെ സ്ഥാനത്ത് 5 വരും. അപ്പോൾ -5/2 -5/2 × 5 അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് -15 എന്ന് കിട്ടും. ഇതുപോലെ R2ൻ്റെ സ്ഥാനത്ത് 1 എടുക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R3 -2. 1 - 5/2 × -2 1 - -5 6 എന്ന് കിട്ടി. ഇതേപോലെ തന്നെ അടുത്ത എലമെൻറ്റ് R2 ആയിട്ട് 0നെ എടുക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R3 2 ആണ്. ഇവിടെ 0 - 5/2 × 2 -5 എന്ന് കിട്ടി. ഇതുപോലെ ഇനി അടുത്ത R1നെ റെഡിയാക്കാം. അപ്പോൾ R1നെ റെഡിയാക്കണമെങ്കിൽ R1 ചേഞ്ചസ് ടു R1 + 1/2 R3. ഇതും R1 + 1/2 R3. 1/2 + 1/2 × 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 + 5/2 6/2 3 എന്ന് കിട്ടി. ഇതുപോലെ ഇവിടെ 0 + 1/2 × -2 -1 എന്ന് കിട്ടി. ഇതുപോലെ ഇവിടെ 0 + 1/2 × 2 വെറും 1 എന്ന് കിട്ടി. A അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് വരികയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന ആളെയാണ് നമ്മൾ A ഇൻവേഴ്സ് എന്ന് വിളിക്കുക. അതിനുള്ള റീസണൊക്കെ നമ്മൾ 2/2 മെട്രിക്സിൻ്റെ ഭാഗം ചെയ്തപ്പോൾ പറഞ്ഞു. ഇവിടെ I കിട്ടണമെങ്കിൽ ഇവിടെ I ആണ്, ഇപ്പുറത്തെ സൈഡിൽ അറ്റത്ത് A വന്നേക്കണം. അപ്പോൾ ഷുവറായിട്ടും ആ എയുടെ അടുത്ത് കിടക്കുന്ന ആൾ A ഇൻവേഴ്സ് ആയിരിക്കണം. കാരണം A ഇൻവേഴ്സും Aയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് I കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കിടക്കുന്ന ആളാണ് നമ്മുടെ ഗിവൺ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ഇതാണ് ഒരു 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള ഐഡിയ. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പും ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലം ചെയ്തു. അതിൽ തന്നെ അതേ മെത്തേഡിൽ തന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷേ ഭാഗ്യത്തിന് ഈ ചോദ്യത്തിൽ കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റി. ഓക്കെ.